ടൊറീനോ ടൈൽസ്. നമസ്കാരം. നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്ക് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്ലോറിങ്. ഫ്ലോറിങ്ങിൽ നമ്മൾ ഒരുപാട് ടൈൽസ് പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈൽസിൻ്റെ ഡിസ്പ്ലേ സെൻറ്റേഴ്സ് കാണിക്കുക എന്നുള്ളതാണ്. ഞാൻ തന്നെ പല വീഡിയോസിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പല ഷോറൂമുകൾ നമ്മൾ കണ്ടിട്ടുള്ള ടൊറീനോ ടൈൽസ് അവരുടെ ഒരു ഡിസ്പ്ലേ സ്റ്റുഡിയോയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് കൊച്ചിയിലാണ്. കൃത്യമായിട്ടുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമ്മളിന്ന് കാണാൻ പോകുന്ന അവരുടെ കുറച്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ടൈൽസ്, അതിൻ്റെ ഡിസൈൻസ്, അത് എവിടെയൊക്കെ അവൈലബിൾ ആണ്, അതിന് എവിടെയൊക്കെ ഡീലേഴ്സ് ഉണ്ട് എന്നതൊക്കെയാണ്. കേരളത്തിൽ ഏകദേശം 120ഓളം ഡീലേഴ്സുള്ള ഒരു കമ്പനിയാണ് ഇപ്പോൾ ടൊറീനോ. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് വന്നിരിക്കുന്ന അവരുടെ ഡിസ്പ്ലേ സെൻറ്റർ അവരുടെ ഡിസ്പ്ലേ സ്റ്റുഡിയോയിലാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാനും പറഞ്ഞു തരാൻ പോകുന്ന അനസ് ഭായാണ്. അനസ് ഭായ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നുന്നു 2003 തൊട്ട് കേരളത്തിലുണ്ട്. 2003 തൊട്ട് കേരളത്തിലുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് എവിടെ ലൊക്കേഷൻ? കുണ്ടന്നൂർ ജംഗ്ഷനിലാണ്. ജംഗ്ഷനിൽ ഒരു 100 മീറ്റർ, 100 ഒരു 30 മീറ്റർ അകത്തോട്ട് കയറി അല്ലേ? ഹൈവേ ഫ്രണ്ട് തന്നെയാണ്. ജസ്റ്റ് 30 മീറ്റർ ഉള്ളിലോട്ട് കയറിയാൽ മതി. യെസ്, ഇത് 2003 തൊട്ട് എനിക്ക് തോന്നുന്നു 2000 തൊട്ട് നമ്മൾ ബ്രാൻഡായിട്ടുണ്ട്. എനിക്ക് ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഷോപ്പുകളിൽ മിക്കവാറും ഒരു കസ്റ്റമറെ സമയത്തുള്ള ഒരു ബ്രാൻഡ് നോൺ ബ്രാൻഡ് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന സമയത്താണ്. ആ ഷോപ്പുകളിൽ ഒരു 90% ഷോപ്പുകളിൽ കാണുന്ന ഒരു ടൈല് കൂടിയാണ് ടൊറീനോ. നമുക്ക് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണ്ടേ? അതായത് എത്ര സൈസ്, നമുക്ക് സൈസ് അത് തൊട്ട് തന്നെ തുടങ്ങിക്കാൻ എത്ര സൈസ് തൊട്ടുണ്ട്? നമ്മൾ 160-80 മുതലാണ് നമ്മുടെ ഏറ്റവും ബിഗ് സ്ലാബ് വരുന്നത് അല്ലേ? 160-80. 4x2 ഉണ്ട്, 2x2 പോർസലൈൻ ഉണ്ട്. ഓക്കെ, മറ്റേ 500 കാർ പാർക്കിംഗ്, കാർ പോർച്ച് ടൈലുകളും എല്ലാം അവൈലബിൾ ആണ്. 80-160 നമുക്ക് ഇവിടെ തുടങ്ങാം അല്ലേ? ഇപ്പോൾ ഫുൾ 80-160 ആണ്. അതെ, അതില് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലീവ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സ്പെഷ്യൽ കളറാണ്. ഡെനിം അക്വ എന്നാണ്. ഡെനിം അക്വ. എനിക്ക് തോന്നുന്നു ഇതുപോലെ കുറെ ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലേ? വെറൈറ്റി കളറുണ്ട്, വെറൈറ്റി ഡിസൈൻസ് ആണ് നമ്മുടെ മെയിൻ. ഇതെന്താ പ്രൊഡക്റ്റ്? ഇത് ഒനിക്സ് മാർബിൾ ആണ്. ഓക്കെ. ഒനിക്സ് മാർബിൾ എന്ന് പറയുമ്പോൾ ലൈറ്റ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള. അതിന്റെ ടൈലിലേക്ക് നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഒനിക്സ് ബ്ലൂ, ഒനിക്സ് ഗ്രീൻ, പല ഡിസൈൻസ് അവൈലബിൾ ആണ്. ഒനിക്സ് റെഡ്. യെസ്. അതായത് ഒനിക്സ് മാർബിളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലൈറ്റ് കിടക്കിയല്ലെന്നേ ഉള്ളൂ, പക്ഷെ ആ ഡിസൈൻസ് ഫുൾ അവൈലബിൾ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒനിക്സ് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒനിക്സ് മിന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പുറം ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഒനിക്സിന്റെ പല ഡിസൈൻസ് കാണാം, നമുക്കത് പുറകെ കാണാം. ഇതെല്ലാം ഇതെന്നെ പ്രത്യേകത, നമ്മുടെ ടൊറീനോയുടെ ഒരു പ്രത്യേകത എന്താണ്? ടൊറീനോ മെയിനായിട്ട് നമ്മുടെ ഡീലേഴ്സിനും കസ്റ്റമർക്കും കൊടുക്കുന്ന മെയിൻ ക്വാളിറ്റി അഷുറൻസ് ആണ്. ഓക്കെ. വെട്ടിഫൈഡ് ബോഡിയാണ്. 100% വെട്ടിഫൈഡ് ബോഡിയാണ്. യെസ്. സെക്കൻഡ്, നമ്മൾ ഈ ഇറ്റാലിയൻ മാർബിള് സ്കാൻ ചെയ്തിട്ടാണ് ഇതിൽ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിവിടെ എനിക്ക് തോന്നുന്നു ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇറ്റാലിയൻ മാർബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു സാധനം കാണിച്ചു തരാം. ട്രവാറ്റിയൻ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മുടെ ഇവിടെയുള്ള ഒരുവിധപ്പെട്ട ഹോട്ടൽസിലൊക്കെ, വലിയ ഹോട്ടൽസിലൊക്കെ കാണാൻ പറ്റുന്നത്. ഇത് സ്കാൻ ചെയ്യുന്നു. അതെ, സ്കാൻ ചെയ്തിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ. അതുകൊണ്ട് നോർമലി ഇതിന്റെ ആ ഡെപ്ത്, ഇത് ഒറിജിനൽ ഇതാണ്, ഇറ്റാലിയൻ മാർബിൾ ആണ്, ട്രവാറ്റിയൻ ബീച്ച് ആണ്. അതിന്റെ ആ ഒരു ഡെപ്ത് നമുക്ക് ഇത് കാണാം. പ്രിന്റ് ക്ലാരിറ്റി ഉണ്ടാവും. യെസ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഉറപ്പായിട്ടും ഇതിന് പകരം നമുക്ക് യൂസ് ചെയ്യാം. ആ ഒരു ബഡ്ജറ്റ് നമുക്ക് വരികയല്ല, ബഡ്ജറ്റ് കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഉറപ്പായിട്ടും ഒണിക്സിന്റെ വേറെ കുറച്ച് വ്യത്യസ്തമായ ഡിഫറെന്റ് ഡിസൈൻസ് ഇവിടെ ഉണ്ട്. ഒണിക്സ് റെഡ്, അതുപോലെ ഒണിക്സ് ബ്ലൂ നമ്മളപ്പറേ കണ്ടാണ്. അതിന്റെ വേറെ മോഡലാണ് ഒണിക്സ് ബ്ലൂ. യെസ്, ഇത് ആംബർലി ഒണിക്സ് ബ്ലൂ എന്നാണ് അല്ലെ? താഴെ ഒണിക്സ് ഗ്രേ കൊടുത്തിട്ടുണ്ട്. അതെ, ഒണിക്സ് ഗ്രേ. ഇപ്പറേ നോക്കുവാണെങ്കിൽ ഒണിക്സ് നമ്മളപ്പറേ കണ്ടത് മിന്റിൽ എന്ന് വെച്ചാൽ ഒണിക്സ് ബീച്ച്. ശരിക്കും പറഞ്ഞാൽ ഒണിക്സിന്റെ തന്നെ കുറേയേറെ ഡിഫറെന്റ് സീരീസുകളുടെ ഡിസൈൻസ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ? ഇതിലൊക്കെ എനിക്ക് തോന്നുന്നു ഓരോരോ ഡിസൈൻസ് ആണ് ഇരിക്കുന്നത് അല്ലേ?
ഏതൻസ് ബ്രൗണ്, എത്ര ഡിസൈൻസ് അവൈലബിൾ ആണ്? ഞാൻ ചോദിക്കുന്ന 160-80 മാത്രമാണെങ്കിൽ 160 മാത്രമാണെങ്കിൽ 230 ഡിസൈൻസ് അവൈലബിൾ ആണ്. 230 ടോട്ടലോ? ടോട്ടൽ 1300 ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മറ്റേ ബാക്കി പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഏത് ഡിസൈൻ എടുക്കാം? ഉണ്ട്, ഉറപ്പായിട്ടും. ഒണിക്സിന്റെ അടുത്ത ഡിസൈൻ ഒണിക്സ് ഗ്രീൻ. ഇതൊക്കെ നമുക്ക് പഴയ എന്താ പറയാ പണ്ടത്തെ ഒരു ഓഷ്യൻ ആ ഒരു ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനോട് സമാനമായിട്ടുള്ള ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അതെ. അക്വ എന്നാണ് തോന്നുന്നു നിങ്ങൾ ആ ഡിസൈൻസിന് പൊതുവെ അക്വ ഡിസൈൻസിലാണ് അതെല്ലാം വരുന്നത്. ഇത് കൂടാതെ ഇപ്പൊ നമുക്ക് 160-80 ഗ്ലോസി ടൈപ്പ് ആണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഡിഫറെന്റ് ടൈപ്പ് ഉണ്ടോ നമുക്ക് ഈ 160-80 ആയിക്കോട്ടെ 4x2 ആയിക്കോട്ടെ, ഏതൊക്കെ ഡിസൈൻസ് ഗ്ലോസിയിലാണ് അവൈലബിൾ ഉണ്ടോ അതിന്റെ എല്ലാം സെയിം കർവിംഗ് കിട്ടും. കാർവിംഗ് സീരീസുകൾ അല്ലേ? സെയിം കർവിംഗ് കിട്ടും. യെസ്, കാർവിംഗ് സീരീസിലെ പ്രത്യേകത നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ ടിഞ്ചസ്. അത് വേറൊരു കളറായിരിക്കും. ഇപ്പൊ ഇവിടെ ഒരു ഗ്രീനിഷ് കളർ കൊടുത്തിരിക്കുന്നു. ആ ടിഞ്ചസ് കൃത്യമായിട്ട് ഒരു വെയിൻസും ഉണ്ടാവും ഉറപ്പായിട്ടും. ആ വെയിൻസിൽ ഒരു ഗ്ലിറ്ററിംഗ് ആയിരിക്കും കാർവിംഗ് സീരീസിൽ. അതിലും ഇവിടെ ധാരാളം ഡിസൈൻസ് കൊടുത്തിട്ടുണ്ടേ. നോർമലി ലെതർ പോലത്തെ ഡിസൈൻസ്, ഇതുപോലെ ഉള്ള ഡിസൈൻസ് കളറില് ഇതും ആ പറഞ്ഞ കളേഴ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. 4x2 160-80 ഗ്ലോസിയില് എന്തൊക്കെ ഡിസൈൻസ് അവൈലബിൾ ആണോ അതെല്ലാം കാർവിംഗിൽ ലഭ്യമാണ്. ഇതിലും നമുക്ക് അവൈലബിൾ ആണ് ഉറപ്പായിട്ടും. യെസ്, ഇവിടെ എല്ലാം നമ്മുടെ എന്താ പറയാ 160-80 ഡിസൈൻസ് ആണ് വെച്ചിരിക്കുന്നത്. ഇത് കൊള്ളാലോ സാധനം, നല്ല മൂവിങ് ഡിസൈൻ ആണ്. വയോല മെർലിൻ ആണ് എന്റെ പേര്. ഇതിൽ നമുക്ക് ഹൈ ഗ്ലോസി ഡിസൈൻസ് അവൈലബിൾ ആണോ ഏതെങ്കിലും സീരീസിൽ? ഹൈ ഗ്ലോസി 160-80 അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്നത് 4x2 ഇത് ഹൈ ഗ്ലോസി ആണ് അല്ലേ? ഹൈ ഗ്ലോസി ആണ് കാണിച്ചത്. ഹൈ ഗ്ലോസി വായന പെട്ടെന്ന് തിരിച്ചറിയാവേ. ഒന്ന് നമ്മുടെ കൃത്യമായിട്ടുള്ള ആ ഒരു പ്രതിബിംബം നമുക്ക് ഇതിനകത്തൂടെ കാണിച്ചു തരും. അത് കണ്ണാടി നോക്കുന്ന പോലെ ഇരിക്കും ഹൈ ഗ്ലോസി ടൈൽസ്. ഇതെല്ലാം 4x2 ടൈൽസ് ആണ്. ഇത് 4x2 ആണ്. തന്നെ നമുക്ക് 160-80 അവൈലബിൾ ആണ്. ഹൈ ഗ്ലോസി 4x2 ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റോ കോപ്പർ, അതിന്റെ പ്രഷ്യസ് ബ്ലാക്ക്, അതും അക്വയാണെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഗ്രീനിഷ് കളർ അല്ലേ? ഇത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റുഡിയോ എന്ന് പലരും ചോദിച്ചേക്കാം. അപ്പൊ ഞാനത് ആദ്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്. നമുക്ക് ഈ സ്റ്റുഡിയോയിലിട്ട് ആർക്കൊക്കെ വരാം? എനിക്കറിയാം ഒരു ഡീലർക്ക് ഓഫ് കോഴ്സ് അയാളുടെ ഡിസൈൻ അപ്ഡേഷൻ എത്ര മാസം കൂടുമ്പോഴാണ്? എവറി 3 months നമ്മൾ ഡിസൈൻ അപ്ഡേറ്റ് ചെയ്യും. എവറി 3 months. അപ്പോൾ ഒരു കസ്റ്റമർക്ക് അവരുടെ ഡിസൈൻ അപ്ഡേഷൻ, അല്ലെങ്കിൽ ആ കസ്റ്റമർ എന്ന് പറയുന്നത് ഞാൻ ഡീലർ പോയിന്റിലാണ് ചോദിക്കുന്നത്, ഡീലർക്ക് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഡിസൈൻ അപ്ഡേഷൻസ് അറിയാൻ സാധിക്കും. ഉറപ്പായിട്ടും. അവരുടെ ബിസിനസ് അവർക്ക് ഇവിടുന്ന് ചെയ്യാൻ സാധിക്കുമോ? കസ്റ്റമർ ഡീലർ കെയർ ഓഫിൽ വരുമ്പോൾ നമ്മൾ അവരെ ഡിസൈൻസ് അപ്ഡേഷൻസ് കാണിച്ചു കൊടുത്ത് പ്രൊഡക്റ്റ് ക്വാളിറ്റി, മറ്റേ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം അവർക്ക് സ്റ്റഡി ചെയ്ത് അവർക്ക് അങ്ങനെ ബിസിനസ് ചെയ്യാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാനൊരു കസ്റ്റമറാണ്, ഞാൻ വരുന്നത് കോട്ടയത്തു നിന്നാണ്. അപ്പൊ അങ്ങനെ ഞാൻ കോട്ടയത്തു നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് നിങ്ങൾ കച്ചവടം ചെയ്യില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. സ്റ്റുഡിയോസ് നിങ്ങൾ അതിപ്പോൾ ഏത് കമ്പനിയുടെ, നമ്മുടെ എറണാകുളത്ത് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പല ബ്രാൻഡ് ടൈൽസിന്റെ സ്റ്റുഡിയോസ് ഉണ്ടാവും. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരേ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലർ അങ്ങനെ തന്നെയാണോ? ഉറപ്പായിട്ടും. കാസർഗോഡാണെങ്കിൽ അവിടുത്തെ ഡീലറാണ് കൊടുക്കുക, തിരുവനന്തപുരത്താണെങ്കിൽ അവിടുത്തെ ഡീലർ. ഇനിയിപ്പോ കൊച്ചിന്നാണെങ്കിൽ പോലും ഇവരുടെ ഇവിടുത്തെ ഡീലറാണ് തരിക, നിങ്ങളല്ല ബില്ല് ചെയ്യുന്നത്. ബില്ലിങ് നമുക്ക് ഡീലർക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ കസ്റ്റമറുടെ അറിവിലേക്കായിട്ട് പറഞ്ഞാണ്, കസ്റ്റമർ ഡീലർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നാണ് പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ സ്റ്റോക്ക് എത്ര ദിവസം കൊണ്ട് അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത്? നമുക്ക് 7 to 10 ഡേയ്സിനുള്ളിൽ കൊടുക്കാൻ സാധിക്കും. കമ്പനിയിൽ നിന്ന് ലോഡ് ചെയ്യും. ഓക്കെ. അതായത് പ്രിന്റഡ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് വെച്ച് വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രിന്റഡ് ഒക്കെ ഇപ്പോൾ പറയുന്ന അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനാണല്ലോ പ്രിന്റ് വരിക. അതൊക്കെ നമ്മൾ കൊടുക്കുന്നത് നോർമലി ഈ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് നമുക്ക് അവരെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ്, കോൺട്രാക്ടേഴ്സ്, നോർമൽ കസ്റ്റമേഴ്സ് എല്ലാവർക്കും ഇവിടെ വന്ന് പ്രൊഡക്റ്റ് കണ്ട് അവരുടെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലർ അവർക്ക് ഡെലിവറി ചെയ്യും. അതിലുപരി തന്നെ ഈ ഡിജിറ്റൽ പ്രിന്റ് വന്നതിന് ശേഷം ആയിരക്കണക്കിന് ഡിസൈൻസ് അറ്റ് ടൈമിൽ കമ്പനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമ്മൾ ഈ കൗണ്ടറിൽ ചെന്ന് ഓർഡർ എടുക്കുമ്പോൾ ഈ ഐപാഡ് വെച്ചാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത്. അപ്പൊ ആ പ്രിന്റിന്റെ ആക്ച്വൽ ഒറിജിനാലിറ്റി ഡീലർക്ക് വന്ന് ബോധ്യപ്പെട്ട ഓർഡർ തരുന്നതിന് മെയിനായിട്ട് നമ്മൾ ഈ സ്റ്റുഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡീലർ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഇവിടെ വന്ന് ഡിസൈൻ കണ്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ആ ഡിസൈനിന്റെ മേലെ ഒരു അഷുറൻസ് കൊടുക്കാൻ പറ്റും. ഈ അഷുറൻസ് ചോദിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഇടയ്ക്ക് ചോദിക്കാം. ഇതില് സാധാരണഗതിയിൽ
ഒരു ബ്രാൻഡ് നോൺ ബ്രാൻഡ് എടുക്കുമ്പോഴത്തേക്കും ബ്രാൻഡ് എടുക്കുന്നതിനോട് ഒരു ഗുണം ഞാൻ ഒരാളുടെ സജസ്റ്റ് ചെയ്യാറ് സർവീസ്, അത് ആഫ്റ്റർ സർവീസ് ആണ്. കാര്യം ടൈലിന് വാറണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിന്റെ പടിക്കലിറങ്ങിയ പിന്നെ വാറണ്ടി ഇല്ലെന്നാ പറയുക. നോർമലി അങ്ങനെയാണ്. പക്ഷേ നിങ്ങളതിന് എങ്ങനെയാണ് സർവീസ് ചെയ്യാം? സാറ് തന്നെ ആദ്യം പറഞ്ഞില്ലേ, കാരണം ലീഡിങ് കൗണ്ടറുകളെല്ലാം നമ്മുടെ ബിസിനസ് 2003 മുതൽ ചെയ്യുന്നതാണ്. അതെ, 2003 മുതൽ ചെയ്യുന്ന ഡീലർ ഇന്നും നമ്മുടെ കൂടെ, അതായത് 22 കൊല്ലം 23 കൊല്ലമായിട്ടുള്ള ഡീലറാണ് ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ളവര്. അപ്പൊ അതിൽ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് അവർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി അഷുറൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ ആഫ്റ്റർ സെയിൽസ് സർവീസ്, പിന്നെ ടൈം ടു ടൈം ഡിസൈൻസ് അപ്ഡേഷൻസ്, പിന്നെ നല്ല ഡീലർ റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഡീലർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് സർവീസ് ഇരിക്കുന്നത്. സർവീസ് ഇരിക്കുന്നത് കാരണം അവർക്ക് പ്രോപ്പറായിട്ട് സർവീസ് കിട്ടിയില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവും. അപ്പോൾ നമ്മൾ ഇത്രയും നാളും ഈ ഇതേപോലെ ബ്രാൻഡഡ് കമ്പനിയുടെ കൂടെ തന്നെ കോമ്പറ്റ് ചെയ്ത് കേരളത്തിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സർവീസ് ഈ പറയുന്ന ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. വുഡൻ സീരീസുകൾ അവൈലബിൾ ആണ് അല്ലേ? അതെ. കാർവിംഗ് നിക്കോൾ വുഡ് ബൗൾ, ഇത് വുഡിൽ കർവിംഗ് ആണ്. ഇത് കൊള്ളാലോ, ഞാനിത് ഇപ്പോഴും ശ്രദ്ധിക്കുന്നു കേട്ടോ. കുറച്ചടുത്ത് വന്നാൽ മനസ്സിലാവും. വുഡിൽ കർവിംഗ് ആണ്. ഇതിൽ തന്നെ വേറെ ഡിസൈൻസ് ഉണ്ട്. ഇതൊക്കെ വളരെ ഫാസ്റ്റ് മൂവിംഗ് ഡിസൈൻസ് ആണ്. ഇതെല്ലാം കർവിംഗ് ആണ് അല്ലേ? കർവിംഗ് സീരീസ്. അതൊരു ബ്ലൂയിഷ് കളർ എനിക്ക് തോന്നുന്നു. ബ്ലൂയിഷ് ഗ്രേ അല്ലേ? ഗ്രേ ബ്ലൂ, അതുപോലെ നോർമലി ഉള്ള നമ്മൾ സാധാരണയുള്ള അങ്ങനെയുള്ള വുഡ് കളേഴ്സ്, ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണല്ലേ? ഇതും 4x2 6x4 നമുക്ക് അവൈലബിൾ ആണ്. 6x4 അല്ല, സോറി, 168 അവൈലബിൾ ആണ്. ഏതിനും നമുക്ക് അവൈലബിൾ ആക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. ഇതും സ്ലൈഡ് ചെയ്ത് കാണിച്ച ഒരുപാടുണ്ട്. മാർക്കറ്റില് ഡീലേഴ്സ് ഡിസൈൻസ് നമുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. ഏതും ചെയ്തു കൊടുക്കാൻ പറ്റും. പല കളേഴ്സ് ഉണ്ട്. സെഡാറിൻ്റെത്, ടീക്ക് വുഡിൻ്റെ ഉണ്ടാവും. എനിക്ക് തോന്നുന്ന ഓരോ വുഡിന്റെ അനുസരിച്ചായിരിക്കും അവർ കളർ ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ചെയ്യുന്ന കുറേയേറെ ഡിസൈൻസ്. ഇത് എന്തുമാത്രം ഡിസൈൻസ് ഉണ്ട്? ഒരു 10-60 ഡിസൈൻസ് എങ്കിലും കാണും. 120 ഡിസൈൻസ് ഉണ്ട്. വുഡൻ തന്നെ? വുഡിൽ തന്നെ. അപ്പൊ നമ്മൾ ഇതിൽ പഞ്ചും കൂടി കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ഗ്രിപ്പ് കിട്ടാൻ. അതെ, ഒറിജിനൽ സ്റ്റോൺ പോലെ ഫീൽ ചെയ്യത്തക്ക രീതിയിൽ ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിനൊരു എക്സ്പോഷർ കൊടുത്തുകൊണ്ടുള്ള, ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു പഞ്ചും കൂടി വരുന്നുണ്ട്. പ്ലെയിനും ഉണ്ട്, പഞ്ചും ഉണ്ട്. ഗ്രിപ്പ് കിട്ടും. എണ്ണയൊക്കെ വീണാലും നമുക്കൊരു കാലിനൊരു ഗ്രിപ്പ് ഉണ്ടാവും. ആ രീതിയിലും ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഡിസൈനർ സീരീസുകൾ, ആ ടൈൽസ് ആണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? അതെ. മൊറോക്കൻ ഡിസൈനർ സീരീസുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പല വെറൈറ്റീസ് ഓഫ് വേർഷൻസ് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പല വേർഷൻസ് ആണ് കാണുന്നത്. റസ്റ്റിക്ക്, നോർമലി ഉള്ള ആർട്ടിസ്റ്റിക്ക്, അതിൽ തന്നെ വരുന്ന നിയോ ക്ലാസിക്കല്, അങ്ങനെ പല ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതും ഒക്കെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. സാധിക്കും, ചെയ്യാൻ പറ്റും. മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും. സാധാരണ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് പലരും പറയാറ്. അതുകൊണ്ട് ഞാൻ എടുത്തു വെച്ച്. ഇത് എത്ര ഡിസൈൻസ് നമുക്ക് ഇപ്പൊ ഏകദേശം പറയാൻ പറ്റും? ഇതിലുണ്ട് 200 ഡിസൈനുകളുണ്ട്. 2x2 പോർസലൈനിൽ മാത്രം. ഓക്കെ. ഇത് പോർസലൈൻ ബോഡിയാണ്. ഓക്കെ. പോർസലൈൻ ബോഡി എന്ന് പറയുമ്പോൾ ചിലർക്ക് ടെൻഷൻ ആണ്. ഇത് വാട്ടർ അങ്ങനെ എന്തെങ്കിലും ഇതിനുണ്ടോ പ്രശ്നം? വാട്ടർ പ്രൂഫ് ആണ്. നമ്മുടെ വാട്ടർ പ്രൂഫ് ആണ്. ബാത്റൂമിൽ വരെ യൂസ് ചെയ്യാം. 100%. ബാത്റൂം വോളിലും ഫ്ലോറിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അടുത്തത് നമ്മൾ അവിടെ കണ്ട വുഡൻ ഡിസൈൻ ഇതെന്താണോ വ്യത്യാസം? പ്ലാങ്ക്സ് മോഡലാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ പ്ലാങ്ക്സ് അല്ല, 2x2 സൈസ് ആണ്. 2x2 സൈസ്. നടുക്ക് ഒപ്പോക്സി ഇട്ട പോലെ ചെയ്തിരിക്കുന്നത്. അത് ഇതിന്റെ ഡിസൈൻ ആണ്. ഇതില്ലാതെ നമുക്ക് അവൈലബിൾ ആണല്ലേ? ഉണ്ട്. ഇവിടെ സാധനം ഉണ്ട്. ഓക്കെ. ഇതിങ്ങനെ നമുക്ക് കിട്ടും, ഇല്ലാതെ നമുക്ക് അവൈലബിൾ ആണ്. ഇതും എല്ലാം ആ ഒരു ഡിസൈനിലാണ്. അത് ഷുഗർ ഫിനിഷ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതെല്ലാം ഈ 2x2 പോർസലൈൻ കാർവിംഗ് സീരീസ് ആണ്. ഇതും കാർവിംഗ് ആണ്. ഈ കാണുന്നതൊക്കെ ഒരു കാർവിംഗ്, ആ വെയിൻസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതാണോ പ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വുഡൻ ഡിസൈൻസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. വുഡൻ ഡിസൈൻസിന്റെ അതിന്റെ തന്നെ പല വെറൈറ്റീസ് അല്ലേ? ഇത് നമുക്ക് നോർമലി പ്ലാങ്ക്സ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഈ സൈസിൽ എടുത്തിട്ട് കട്ട് ചെയ്ത് ഇടുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ 2x2 അത് ചെയ്തിരിക്കുന്നു. ഇട്ടതുപോലെ എങ്ങനെ ഒരു പ്ലാങ്ക്സ് ഇട്ടതുപോലെ തന്നെ ഇരിക്കുന്നു. അതേസമയം ആ ഡിസൈൻ കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഈ ചെയ്തിരിക്കുന്ന എല്ലാം 2x2 ആണ്. 2x2. അത് പക്ഷെ എല്ലാം കാർവിംഗ് ആണെന്ന് വിചാരിക്കും സീരീസ്. ഓക്കെ. നല്ല മാർക്കറ്റ് ഷെയർ ഉള്ള ഡിസൈൻസ് ആണ്. ഇതെല്ലാം കാർവിംഗ് സീരീസ്. ഇത് വരുമ്പോ ഒരു ഷുഗർ ഫിനിഷ് കൂടിയാണെന്ന് തോന്നുന്നു. അതെ, ഷുഗറും കൂടിയാണ്. മിക്സ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റും ഉണ്ട്. അതെ. അത് 2x2 ഉള്ളോ അതോ ഇനി വേറെ സൈസിൽ അവൈലബിൾ ആണ്? 2x2 160/80 നമുക്ക് കൊടുക്കാം. വുഡൻ ഡിസൈൻ ഇതും വേണമെങ്കിൽ ഒരു ഡിസൈനർ സീരീസ് എന്ന് പറയാൻ സാധിക്കും.
കാര്യം നടുക്ക് ഇതുപോലുള്ള ഡിസൈൻസ് ഇട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട് നമുക്ക്. ട്രഡീഷണൽ ഹൗസുകൾക്കൊക്കെ ചെയ്യാൻ പാകത്തുന്ന ഡിസൈൻസ് അത്. പിന്നെ അതാ ഈ കാണുന്നതല്ല, ഇതുമല്ല ഷുഗർ ഫിനിഷിൽ അതുപോലെ തന്നെ സ്റ്റോൺ ഫിനിഷിലും ഒക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതൊരു ഷുഗർ ഫിനിഷ് ആണ്. അതായത് ഇത്ര ഇഷ്ടമുള്ളവർക്ക് ഇതെടുക്കാം ഉറപ്പായിട്ടും, അല്ലാത്തവർക്ക് അതല്ലാത്തതും ഉണ്ട്. യെസ്, നമ്പർ ഓഫ് ഡിസൈൻസ് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാലും അങ്ങനെ തന്നെ അല്ലേ? നമ്മൾ താഴെ പറഞ്ഞ ബഞ്ച് സീരീസുകൾ ഇത് നമ്മൾ കിട്ടുന്നതാണ്. പഞ്ച് സീരീസ് ആണ്, വുഡാണ്. ഓക്കെ, ഇതിൽ ഷുഗർ ഉണ്ടാവില്ല. ഓക്കെ. ഇത് പഞ്ചുണ്ട്. ഇത് നമ്മൾ ബാത്റൂമിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ആന്റി സ്ലിപ്പറി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ വൈറ്റ് കളർ, വൈറ്റ് തന്നെയല്ലേ ഇത്? വൈറ്റ് ആവശ്യമുള്ളവർക്ക് വൈറ്റ് കളർ. ഇനി ഇതിന്റെ വേറൊരു രസം കാണിച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കരിങ്കല്ല്, ആ കരിങ്കല്ലില് അതായത് നമ്മളെ വെളിയിൽ നിന്നൊക്കെ വരുന്ന ബാംഗ്ലൂർ സ്റ്റോണിന്റെ മോഡലിലുള്ള അതിന്റെ 2 ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാർപോർച്ച് ടൈലുകൾ 16x16 ആണ്. ഓക്കെ, ഇത് വരുമ്പോഴത്തേക്കും തിക്നെസ് തന്നെ വരും, 12 തിക്നെസ് വരും. ഇതൊക്കെ വിരിക്കുന്ന രീതിയിൽ വിരിക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പൊട്ടൽ വിടുമെന്നുള്ളത്. പലരും ഇപ്പം എനിക്ക് തോന്നുന്നു ഈ അഡ്ഹസീവ് വിരിക്കാൻ ഇന്നും നമ്മുടെ നാട്ടിലുള്ളവർക്ക് മടിയാണ്. അഡ്ഹസീവ് തന്നെ വിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ എയർ ബബിൾസ് ഒന്നും താഴെ നിൽക്കില്ല. എപ്പോക്സി ചെയ്ത് വലിയ സ്ലാബുകൾ എപ്പോക്സി ചെയ്ത് വിരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വരില്ല. പക്ഷെ നമ്മളത് പലവട്ടം പറഞ്ഞാലും അത് ഓരോരുത്തരുടെ എപ്പോക്സി ഇപ്പോഴും എപ്പോക്സി ഇല്ലാതെ വിരിക്കാന്ന് എങ്ങനെയാണെന്നാണ് പലരും ചോദിക്കുന്നത്. വലിയ സ്ലാബുകൾക്ക് അത് നമുക്ക് എത്രമാത്രം അഡ്വൈസബിൾ ആണെന്നും പറയാൻ സാധിക്കത്തില്ല. സിംഗിൾ കളർ, അതിൽ പേസ്റ്റൽ കളേഴ്സും നമുക്കിവിടെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. താഴെ 3-4 കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നൊരു ഗ്രേ ആണെന്ന് വിചാരിക്കുന്നു, ഒരു ഗ്രീനിഷ് ടിഞ്ച് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ബ്ലൂ കളർ, ബ്ലൂ ഗ്രേ കോമ്പിനേഷൻ, ഒരു പ്യുവർ ഗ്രേ, അങ്ങനെയുള്ള പേസ്റ്റൽ കളേഴ്സും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ അവൈലബിൾ ആണ് അല്ലേ? യെസ്, അങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം ഷുഗർ ഫിനിഷ് ആണോ? അതെ, ഷുഗർ ഫിനിഷ് ആണ്. മുഴുവൻ ഷുഗർ ഫിനിഷ് അല്ലേ? ഷുഗർ ഫിനിഷ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് ആ ഗ്ലിറ്ററിങ് ഫീൽ തോന്നും. അതിന്റെ വുഡൻ സീരീസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഏതാണാവോ നമുക്ക് സ്പെഷ്യലായിട്ട് കാണിക്കാനുള്ളത്? ഇത് 3D മോഡൽസ് ഒക്കെ ആണോ? ഇതെല്ലാം നമ്മൾ ഈ ബാത്റൂം കൺസെപ്റ്റ്, വാൾ കോൺസെപ്റ്റ്സ് ആണ് അല്ലെ? ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഡാർക്ക് ലൈറ്റ് ഹൈലൈറ്റർ. യെസ്, അങ്ങനെ കൊടുത്തിരിക്കുന്ന ഏറെ ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ക്ലാഡിംഗ് സീരീസുകളും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? ഇതിന്റെ ഒക്കെ ഡിസൈൻസ് ഇപ്പൊ ക്ലാഡിംഗ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നോർമലി ഉള്ള നാച്ചുറൽ ക്ലാഡിംഗിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ, അത് പ്രധാനമായിട്ടും ബഡ്ജറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എക്സ്റ്റീരിയർ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് തന്നെ. ഉറപ്പായിട്ടും സാൻഡ്സ്റ്റോൺ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ എത്ര രൂപ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇതാ സൈസ് 2x1. 2x1 സൈസ് ആണ് അല്ലേ? പണ്ട് നേരത്തെ ഇത് 1x1 സൈസിലൊക്കെ വന്നുകൊണ്ടിരുന്ന പ്രൊഡക്റ്റ് അല്ലേ? അതിന്റെ പല നാച്ചുറൽ സ്റ്റോണിന്റെ പോലെയുള്ള ക്ലാഡിംഗ് സ്റ്റോണുകൾ ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ വെട്ടുകല്ലിന്റെ പോലെയുള്ള ക്ലാഡിംഗ് അല്ലേ? അതെ, അതും നോർമലി ഉള്ള ചെങ്കല്ല് ഡിസൈന്, മറ്റൊന്ന് കരിങ്കല്ലിന്റെ ഡിസൈന്. അതുപോലെ തന്നെ നമ്മുടെ 1x1 വെട്ടിഫൈഡ് ടൈലുണ്ട്, പൂളിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ പൂൾ ടൈലിന്, പഴയ പൂൾ ടൈലിന്റെ ആ ഒരു ഡിസൈൻ അല്ലേ? ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇത് 12 തിക്നെസ്സിലുണ്ട്. നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ബാത്റൂം കിച്ചൺ ബോളുകൾ. നമ്മളിപ്പോ പറഞ്ഞ കണക്ക് തന്നെ ബാത്റൂം കിച്ചൺ ബോളുകൾ ഇപ്പോ നമ്മുടെ 4x2 തന്നെ അതില് ഇത് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഇന്നും ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? അവൈലബിൾ ആണ്. നമ്മൾ ഇപ്പോഴും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. 12-18 സൈസ് ആണ്. ഓക്കെ, ആ സൈസ് ഇതാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ സൈസ് വരിക. ഇത് തന്നെ ഈ ഡിസൈൻ കൊള്ളാം. ഇതിന്റെ തന്നെ പല വെറൈറ്റി ഡിസൈൻസ് ഉണ്ട് നമുക്ക് ഇവിടെ. അങ്ങനെ കുറെ ഡിസൈൻസ്. നേരത്തെ ഒരു കിച്ചണിലൊക്കെ കപ്പിന്റെ ആ ഒരു എന്താ പറയാ, അങ്ങനെയൊക്കെ വന്നിരുന്നു ഒരു കാലഘട്ടത്തില്. ഈ കാണുന്ന ടൈൽസ് ഇത് ഞാൻ പലയിടത്ത് പല പേരുകൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അവിടെ കിറ്റ്കാറ്റ് ടൈൽസ് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് ഈ ഒരു സൈസാണ്. ഇത് എത്രയാ സൈസ് വരിക? ഇതും 2x1 സൈസ് ആണ്. ഇത് ഇമ്പോർട്ടഡ് ടൈലുകൾ ഉണ്ടല്ലോ, അതിനെ നമ്മൾ പ്രിന്റ് ചെയ്തിട്ട് 2x1 സൈസിലാക്കി. ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ കിട്ടുന്നത്. അതെ, അതിനടുത്ത് പറയുകയും ചെയ്തു നല്ല സെയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് കർവ്ഡ് ആണ്, അത് ആ കർവ്ഡ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ്. അതെ, ആ ഒരു പ്രൊജക്ഷൻ മുന്നിലോട്ടുണ്ട്. അതേസമയം ആ ഗ്ലോസിനെസ്, ഒരു 3D ഫീല് നമുക്ക് തരത്തക്ക രീതിയിലാണ് ചെയ്യുന്നത് അല്ലേ? ഇത് കൂടുതലായിട്ട് എവിടെയൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്? കിച്ചൺ കബോർഡ് ആണ്. ഡാഡോ ടൈൽസ് പോലെ യൂസ് ചെയ്യും അല്ലേ? അങ്ങനെ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിന്റെ കുറെ ഡിസൈൻസ് ഇവിടെ അവൈലബിൾ ആണ്. ബാത്റൂമിനും തിരിച്ചു വരുന്നുണ്ട്. 2x1 ഈ ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അല്ലേ? കൈകൊണ്ട് പോലും ഭയങ്കരമായിട്ട് ഉരച്ച് കഴുകാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലേ? ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്.
അതിന്റെ കുറെ ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ. എത്ര ഡിസൈൻസ് ഏകദേശം അവൈലബിൾ ആയിട്ടുണ്ടാവും? ഇതില് 250 ഡിസൈൻസോളം ഉണ്ട്. 200 ഡിസൈൻസ് ഉണ്ട്. 500x500. ഓ, അങ്ങനെ ഒരു സൈസ് കൂടി ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഉണ്ട്, അത് കോമൺ ആയിട്ട് കേട്ടിട്ടില്ല. ഇത് കമ്പനികൾ പുതിയത് വരുന്നുള്ളൂ. ഓ, ഓക്കെ. കാരണം 16x16 ആണ് നോർമലി ഈ സെഗ്മെന്റിൽ കൂടുതൽ വരുന്നത്. അതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്താണ് 500 വന്നിരിക്കുന്നത്. ഇത് കൊള്ളാലോ. 500 ഫുള്ളി വെട്ടിഫൈഡ് ആണ്. ഫുള്ളി വെട്ടിഫൈഡ് ആണ്. ഓ, എൻ്റെ അടുത്ത് ഈ അടുത്ത് ആൾക്കാർ പറഞ്ഞാണ് ഞങ്ങൾക്ക് ബ്രാൻഡ്സ് ഒന്നും അറിയില്ല, എത്ര ബ്രാൻഡ്സ് നമ്മുടെ കേരളത്തിൽ വരും, ഇതൊക്കെ ഏതാണ് ബ്രാൻഡ് ഏതാണ് നോൺ ബ്രാൻഡ് എന്ന് പലർക്കും അറിയില്ല. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് എന്നാൽ പിന്നെ ബ്രാൻഡിന്റെ ഒരു സീരീസ് തന്നെ തുടങ്ങിയേക്കാം. അറിയത്തില്ലാത്ത ബ്രാൻഡുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. കാര്യം കേരളത്തിൽ എത്ര ബ്രാൻഡ് ഉണ്ട് എന്ന് പോലും കസ്റ്റമറാണ്, അവർ വീട് വയ്ക്കുന്ന സമയത്താണ് ഇതൊക്കെ ആലോചിക്കുന്ന ഒരേ ഒരു ടൈം എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു നമുക്കിവിടെ എത്ര ഓൾ കേരള വൈസിൽ എത്ര സ്റ്റാഫാണ് നമുക്കിവിടെ ഉള്ളത്? മാർക്കറ്റിംഗിൽ മാത്രമായിട്ട് 6 പേരുണ്ട്. 6 സ്റ്റാഫ് ഉണ്ട്. ഇവരെ രണ്ടുപേരും ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. ഇത് വിജയ്കുമാർ നാഗട, ജിഗ്നേഷ് പട്ടേൽ. ആള് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളാട്ടോ. എന്റെ അടുത്ത് സംസാരിച്ച് നമ്മുടെ വീഡിയോസ് കാണുന്നവർ തന്നെയാണ് എല്ലാവരും. നല്ലൊരു ടീം വർക്കാണ്. ഇത് കൂടാതെ തന്നെ ഗുജറാത്തിൽ നമ്മുടെ നല്ലൊരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാലാണ് നമ്മുടെ ഈ പ്രൊഡക്ഷൻ ഡെസ്പാച്ച് ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത്. വിപുൽ പട്ടേൽ, കൽപേഷ്. പിന്നെ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ ഫുൾ MD ഉണ്ട്, വിജയകുമാർ പട്ടേൽ. എനിക്ക് ആദ്യം ഞാൻ ഇദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അന്നേരം പറഞ്ഞു ഓൾ കേരള മൈലേജ് ഉള്ള ഓൾ കേരള നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇദ്ദേഹം പറഞ്ഞു ഓൾ കേരള അല്ല, ഞങ്ങൾ പാൻ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണെന്നാ പറഞ്ഞു. എന്നെ തിരുത്തിയത് അങ്ങനെയാണ്. പാൻ ഇന്ത്യന് നമുക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും, അങ്ങനെ തന്നെയല്ലേ? യെസ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം എല്ലാവരെയും കാണാൻ പറ്റിയതിൽ. താങ്ക് യു അനസ് ഭായ്, വളരെ സന്തോഷം.